പ്രണയിച്ചവരെല്ലാം വഞ്ചിച്ചു ചാർമിള. ജീവിതത്തിൽ അഗാധമായി പ്രണയിച്ച 3 പുരുഷന്മാരും തന്നെ വഞ്ചിച്ചതായി നടി ചാർമിള. മംഗളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചാർമിളയുടെ തുറന്നുപറച്ചിൽ. മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് താൻ നടൻ ബാബു ആന്റണിയുമായി പ്രണയത്തിലാകുന്നത്. ആദ്യമായി പ്രണയിച്ച ആളുമൊത്തുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ബാബു ആന്റണിയുമായി പ്രണയത്തിലാണെന്നറിഞ്ഞപ്പോൾ മലയാള സിനിമ മുഴുവൻ തന്നെ എതിർത്തതാണ്. 8 വയസ്സിന് മൂത്തതാണ്. നിങ്ങൾ തമ്മിൽ ജീവിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പലരും പറഞ്ഞു. ഞാൻ കേട്ടില്ല. ആദ്യമായി സ്നേഹിച്ചയാൾ ഒരു സുപ്രഭാതത്തിൽ തന്നെ വിട്ടുപോയപ്പോൾ താങ്ങാനായില്ല. അങ്ങനെയാണ് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നും പക്വതയില്ലാത്ത പ്രായത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്നും നടി പറഞ്ഞു. ആദ്യ പ്രണയപരാജയത്തിന്റെ ഷോക്കിൽ കഴിയുമ്പോഴാണ് കിഷോർ സത്യ തന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് തെറ്റൊന്നും പറയാനില്ല. അത്രയ്ക്ക് മോശമായ മനുഷ്യനുമല്ല. സംസ്കാരത്തിന്റെ വ്യത്യാസം തമ്മിലുള്ള പ്രശ്നമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തമ്മിൽ പിരിയാനിടയായി. പിന്നീട് താൻ വിവാഹം കഴിച്ചത് തമിഴ്നാട്ടുകാരനായ രാജേഷിനെയാണ്. തന്റെ അനുജത്തി അഞ്ജലീനയുടെ സുഹൃത്തായിരുന്നു രാജേഷ്. ഇപ്പോൾ രാജേഷും എന്നെ വേണ്ടെന്ന് വെച്ചു പോയി. സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഞങ്ങൾ 2 മതത്തിൽപ്പെട്ടവരായിരുന്നു. ഞാൻ ക്രിസ്ത്യനും രാജേഷ് ഹിന്ദുവും. എന്നേക്കാൾ 7 വയസ്സിനിളയതാണ് രാജേഷ്. അതിനാൽ വീട്ടുകാരിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഒടുവിൽ എതിർപ്പുകളെ അവഗണിച്ച് 2006-ൽ തങ്ങൾ രജിസ്റ്റർ വിവാഹിതരായി. എന്നാൽ പിരിയാൻ കാരണമെന്താണെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ലെന്നും ചാർമിള പറയുന്നു. മകൻ ജൂഡ് രാജേഷിനൊപ്പമാണ്. അഡോണിയസ് ജൂഡ് എന്നാണ് അവന്റെ പേര്. 5 വയസ്സുണ്ട്. UKGയിൽ പഠിക്കുന്നു. പക്ഷെ ഇപ്പോൾ അവന്റെ പഠനമെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് അവനെ പഠിപ്പിക്കണമെന്ന ആഗ്രഹമൊന്നുമില്ല. രാജേഷ് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, തനിക്ക് തന്റെ മകനെ മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയെന്നും മകനല്ലാതെ മറ്റൊരു പുരുഷൻ തന്റെ ജീവിതത്തിൽ ഇനിയില്ലെന്നും ചാർമിള പറയുന്നു. ഇനിയൊരു പുരുഷന്റെ ആവശ്യം തനിക്കില്ല. ഇത് ദൈവത്തിന്റെ ഒരു താക്കീതായാണ് കാണുന്നത്. ഇനി നീ ഒരു പുരുഷനെയും ആഗ്രഹിക്കരുത്, ആരുടെ പുറകെയും പോകരുത് എന്നാണ് പറയുന്നത്. ഇനി ആരെ പ്രണയിച്ചാലും അതിന്റെയും അവസാനം ഇങ്ങനെ തന്നെയാകും. സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതം ഇനിയും കൈവിട്ടു പോകും. തനിക്കിപ്പോൾ 40 വയസ്സായി. അതിന്റെ പക്വതയും പാകതയുമുണ്ട്, ചാർമിള പറയുന്നു. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.